ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രയരീസ് കെയർ. യുദ്ധത്തിൻ്റെ കുറച്ച് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വാർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ അഗൻസ്റ്റ് ഇറാൻ. ഇറാനാണെങ്കിലോ അമേരിക്കയും ഇസ്രായേലിനെയും ആക്രമിക്കുന്നത് കൂടാതെ അവരുടെ സഹയോഗികളായ അറേബ്യൻ കൺട്രീസിലൊക്കെ ആക്രമണം അഴിച്ചു വിടുന്നുണ്ട്. അവരുടെ US മിലിറ്ററി ബേസസ് ആണെന്ന ഭാവത്തിൽ ആ കൺട്രികളെയും ആക്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പുതിയൊരു ഡയമെൻഷൻ ഈ യുദ്ധത്തിന് വന്നു ചേർന്നത്. ശത്രുവിൻ്റെ മിത്രങ്ങളും ശത്രുവായ സിറ്റുവേഷനാണ്. സോ യുദ്ധം ഫെബ്രുവരി 28 തുടങ്ങിയതാണ്. അതിൻ്റെ 2ാം മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു 1 or 2 വീക്സിൽ തീരുമെന്ന് നമ്മളൊക്കെ പ്രത്യാശിച്ചിരുന്ന ഒരു കാര്യമാണ് 2ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവരുടെ ഒരു ഡയറക്റ്റ് ഡയലോഗ്സ്, ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇറാൻ കുറച്ച് ഡിമാൻഡുകൾ കൊടുത്തിരുന്നു. അതായത് അവർ കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് ഓഫ് റിപ്പാട്രിയേഷൻ, ഫേം ഗ്യാരണ്ടി ദാറ്റ് ഇറാൻ വിൽ നോട്ട് ബി അറ്റാക്ക്ഡ് അഗെയിൻ. അവരുടെ മേലുള്ള അറ്റാക്ക് കുറയ്ക്കണം. അതുപോലെ അവരുടെ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. കോമ്പൻസേഷൻ ലൈക്ക് തിങ്, പേയ്മെൻറ്റ് ഓഫ് റിപ്പാട്രിയേഷൻ എന്ന് പറയുന്നത്. ന്യൂ റെഗുലേറ്ററി ഫോർമുലേഷൻ വേണം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ വേണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ ഡിമാൻഡ് ഇറാൻ വെച്ചിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ന്യൂ ഡിമാൻഡ്. വാട്ട് ഈസ് ദി ന്യൂ ഡിമാൻഡ്? റെക്കഗ്നിഷൻ ഓഫ് ഇറാൻസ് സോവറിനിറ്റി ഓവർ ദി സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. അതായത് സ്റ്റേറ്റ് ഓഫ് ഹോർമസിൽ പൂർണ്ണമായുള്ള ആധിപത്യം, അവരുടെ സോവറിനിറ്റിയാണ് എന്നുള്ളത്. അവരുടെയാണ് ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസ്. അതങ്ങനെ ഇറാൻ പറയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അവിടെ ക്രിയേറ്റ് ആവും. അത് ഇറാൻ അറിയാം. ബിക്കോസ് ഇതൊരു വാട്ടർ വേസാണ്. ഒരു പ്രോപ്പർ എല്ലാ കൺട്രികളും യൂസ് ചെയ്തിരുന്ന ഒരു നാവിഗേഷൻ പാത്താണ് ഇത്. യു സി, ലോകത്തിൻ്റെ അഞ്ചിലൊന്ന് ഓയിൽ പ്രോഡക്ട്സ്, ക്രൂഡ് ഓയിൽസ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെയിറ്റാണിത്, ഒരു കടലിടുക്കാണ്. അപ്പോൾ അതിൻ്റെ പരമാധികാരം ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഡിമാൻഡാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ഡിമാൻഡ് ആരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് us see what happens. ഓക്കെ, ബ്ലൂംബർഗ് ഇക്കണോമിക്സ് ഒരു വലിയ മാധ്യമ സ്ഥാപനമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദി ലെസൺസ് ലേൺഡ്, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് ഡിസ്കവേർഡ് ദിസ് ന്യൂ ലെവറേജ്. ഒരു പുതിയ ലെവറേജ് വന്നിരിക്കുകയാണ്. അത് ഒരു ബാർഗനിങ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇറാൻ. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ഹോർമസ്. ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് അവിടെ ഒരു അവർ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ US ആൻഡ് ഇസ്രായേൽ എന്നിയുള്ള കൺട്രികൾ മുട്ടുകുത്തി, അല്ലെങ്കിൽ മറ്റ് കൺട്രികൾ, ഇന്ത്യ അടക്കമുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നം ആയി, ഭയങ്കര ഹെഡേക്കായി മാറി എന്നുള്ളത് ഇറ്റ്സ് ട്രൂ. അപ്പോൾ അത് ഇവർ ക്ലിയറായിട്ട് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു യൂസ് ഇറ്റ് അഗെയിൻ ഇൻ ദി ഫ്യൂച്ചറിലും. ഇപ്പോൾ ഇത് യുദ്ധം നിർത്തലായി ഒതുങ്ങി കഴിഞ്ഞാലും ഭാവിയിലും ഇതൊരു ബാർഗനിങ് പോയിൻ്റായിട്ട് തുടരും. ആൻഡ് ഐ തിങ്ക് മോണിറ്റൈസിങ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിസ്കവറിങ് ദാറ്റ് ഇറ്റ് ഹാസ് ദിസ് ലെവറേജ്. ഇറാൻ എപ്പോഴും ഈ ലെവറേജ് ഞങ്ങളുടെ ഒരു സമ്പൂർണ്ണ പരമാധികാരമാണ് ഇവിടെ എന്നുള്ളത് സംഭവം. അങ്ങനെ അവർ വരുത്തി തീർക്കും. അതിനവർ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, അതിൽ ടോളിംഗ് സിസ്റ്റം ചെയ്യാനുള്ള പരിപാടിയുണ്ട്. കാശ് വാങ്ങിച്ചിട്ട് കപ്പലുകളെ കയറ്റി വിടുക. ടോൾ പ്ലാസ അവർ പിരിക്കും. ഏതൊരു കപ്പലിനോ അതിലെ കൂടെ പോകണമെങ്കിൽ ടോൾ ഫീ കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഓൾറെഡി കുറച്ച് കപ്പലുകളുടെ അവർ പൈസ വാങ്ങിച്ച് വിട്ടിട്ടുണ്ട്. സോ ഇന്ത്യയുടെ കപ്പലുകൾ ഫ്രീ ആയിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്. എന്നാലും ഇന്ത്യയുടെ കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
ഇന്ത്യ ഈസ് എ ഫ്രണ്ട് കൺട്രി എന്ന്, ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട് എന്ന് ഇറാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ ഈ യുദ്ധത്തിനിടയ്ക്ക് പറഞ്ഞു. ആൻഡ് ഇറാനിയൻസ് ദ ലൈക്ക് ഇന്ത്യൻസ്. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇപ്പോൾ ഒരു G7 മീറ്റിങ്ങിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുകയല്ല, വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇത്. മാർക്കോ റൂബിയോ വാണ്ട് ഫ്രൈഡേ ദാറ്റ് വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് ചാലഞ്ചസ് ഫോളോയിങ് ദി വാർ would be Tehran's attempt to establish a tolling system at Hormuz. ഇവരൊരു ടോളിംഗ് സിസ്റ്റം അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ. അത് വളരെയധികം മോശപ്പെട്ട, ഏറ്റവും ചാലഞ്ചായിട്ട് വരുന്നൊരു സംഭവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഓൺലി ഈസ് ദിസ് ഇല്ലീഗൽ, ഇറ്റ്സ് അൺആക്സെപ്റ്റബിൾ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ദി വേൾഡ്. ഇത് ഇല്ലീഗലാണ്, അതുപോലെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്, പിന്നെ വേൾഡിന് തന്നെ അപകടകരമായ ഒരു പ്രവണതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി വേൾഡ് ഹാവ് എ പ്ലാൻ ടു കൺഫ്രണ്ട് ദിസ്, റൂബിയോ സെഡ് ആഫ്റ്റർ G7 മീറ്റിംഗ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ ഈയിടെ നടന്ന G7 മീറ്റിങ്ങിന് ശേഷം അദ്ദേഹം പറഞ്ഞാണ്, ഫോറിൻ മിനിസ്റ്റേഴ്സ് ഫ്രം ദി ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള ഫോറിൻ മിനിസ്റ്റേഴ്സ് എല്ലാവരും ദേ സ്ട്രെസ്ഡ് ദി അബ്സല്യൂട്ട് നെസസിറ്റി ടു റീസ്റ്റോർ സേഫ് ആൻഡ് ടോൾ ഫ്രീ ഫ്രീഡം ഓഫ് നാവിഗേഷൻ. അവർ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ടോൾ കൊടുത്താനും പറ്റില്ല, ഇതൊരു സമുദ്രമാർഗം മാത്രമാണ്, അവിടെയൊക്കെ അവിടെ വന്ന് മാടമ്പികളെപ്പോലെ ഗുണ്ടകളെപ്പോലെ പിരിവ് നടത്താനൊന്നും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനിടയ്ക്ക് മൊജ്തബ ഖമേനിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇറാൻസ് ന്യൂ സുപ്രീം ലീഡർ said that the leverage of blocking the waterway must continue to be used. ഈ ഒരു ലെവറേജ്, ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഞങ്ങളുടെ ലെവറേജ് അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഇൻ previous rounds of talks with US, ഇറാൻ pushed the sanctions relief. ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു സാങ്ഷൻസ് റിലീഫ് വേണം. അവരൊരുപാട് സാങ്ഷൻസ് നേരിടുന്ന ഒരു കൺട്രിയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഓൾറെഡി ഉണ്ട് അവർക്ക്. ഇക്കണോമിക് സാങ്ഷൻസ് ആണ് മോസ്റ്റ്ലി. ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഇറ്റ്സ് റൈറ്റ് ടു പീസ്ഫുൾ ന്യൂക്ലിയർ ടെക്നോളജി ബട്ട് നോട്ട് കൺട്രോൾ ഓവർ ദി സ്റ്റേറ്റ് ഓഫ് ഹോർമസ്. ഹോർമസിൻ്റെ മുകളിലുള്ള സ്റ്റേറ്റ് ഓഫ് ഹോർമസിൻ്റെ മുകളിലുള്ള കൺട്രോളിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും നൽകാൻ തയ്യാറല്ലെന്ന് തന്നെ അവർ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഈസ് നൗ സീയിങ് ചാർജിങ് ഓഫ് പാസേജ് ആസ് എ വേ ടു മേക്ക് അപ്പ് സം ഓഫ് ഇറ്റ്സ് ഇക്കണോമിക്കൽ ഷോർട്ട് ഫാൾസ്. അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ ലെവി, അതായത് ഈ ടോളിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് കൂടി, പൈസ വാങ്ങിക്കുന്നത് കൂടി അവർ ഓൾറെഡി നഷ്ടപ്പെട്ട അവരുടെ ഇക്കണോമി കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് എ റിലേറ്റീവ്ലി ഈസി ആൻഡ് ദി ലോ കോസ്റ്റ് മെക്കാനിസം. ഇതൊരു ഈസി ആയിട്ട് മെക്കാനിസമാണ്, ലോ കോസ്റ്റ് മെക്കാനിസമാണ് ടു കോമ്പൻസേറ്റ് ദി ഫോർ restricted access to global markets. Iran is among the world's most heavily sanctioned countries, second only to Russia. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാങ്ഷൻസ് അനുഭവിക്കുന്ന, വീർപ്പ് മുട്ടുന്ന, സാങ്ഷനാൽ അമേരിക്കയുടെയും വെസ്റ്റേൺ കൺട്രീസിൻ്റെയും സാങ്ഷനാൽ വീർപ്പ് മുട്ടുന്ന ഒരു കൺട്രിയാണ് ഇറാൻ. ഇറാൻ എല്ലാ കാര്യങ്ങളിലും അവർ ഐസൊലേറ്റ് ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പോകുമ്പഴി, എന്താണ് ഒരു ചർച്ച നടക്കുന്നത്, ആരാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കാരണം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ദേ ഓൾറെഡി റെഡ്യൂസ് ടു ഡസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നാശനഷ്ടം കൊണ്ട് യാതൊരു രക്ഷയില്ലാതിരിക്കുകയാണ്. അവരുടെ നാവികസേന ഓൾമോസ്റ്റ് ഫിനിഷ്ഡാണ്. എയർഫോഴ്സിൻ്റെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല ഇതുവരെ, എന്നാലും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. കരസേന മാത്രമാണ് അവരുടെ കുറച്ചെങ്കിലും ഒരു പിടിച്ചിരിക്കുന്നത്. ടോപ്പ് ഓഫ് ദി സോൾ, ഇതിൻ്റെയൊക്കെ പുറമെ ഏറ്റവും മുകളിലായിട്ട് അവർക്ക് ഒരുപാട് ലീഡേഴ്സിനെ നഷ്ടപ്പെട്ടു, ഇൻക്ലൂഡിങ് ദി സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമൈനി. അപ്പോൾ അത്രയും നാശനഷ്ടങ്ങൾ ഓൾറെഡി സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഡേ ടു ഡേ ബേസിൽ. പക്ഷേ അവർ തളരുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര പോസിറ്റീവ്. ദേ ആർ റെഡി, സോ ഫാർ ദേ ആർ റെഡി ടു ഫേസ് എനിത്തിങ് വിച്ച് കംസ് ഇൻ ദെയർ വേ. ഓക്കെ, ദി വാർ വിത്ത് ഇറാൻ has entered its second month, and President Trump says the onus is on Tehran to quickly agree to end the war.
or face the widespread destruction of its energy sources, including power plants and oil hubs. But Iran remains publicly defiant, calling US demands unrealistic and continuing its attacks on Israel and the region. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് യുദ്ധം നിർത്താൻ വേണ്ടി ഞങ്ങൾ പറയുന്നത് കേൾക്കുകയല്ല, നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല ഇറാനോട് പറഞ്ഞിരിക്കുകയാണ് US. ഓക്കെ, അവർ പറയുകയാണ് ഇനി അതല്ല, നിങ്ങൾ യുദ്ധം നിർത്തുന്നില്ലെങ്കിൽ ഓണസ് ഈസ് ഓൺ ടെഹ്റാൻ്റെ മുകളിലാണ് അതിൻ്റെ ബാധ്യത വന്നിരിക്കുന്നത്. സോ എനർജി റിസോഴ്സസ്, പവർ പ്ലാന്റ്സ്, ഓയിൽ ഹബ്സ് ഇതെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കും. ഇതുവരെ ഞങ്ങളൊരു കുറേ എല്ലാം വിട്ട് കൊടുത്തിരിക്കുകയാണ്, അധികം നശിപ്പിക്കാതെ എന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇറാൻ പബ്ലിക്കലി അത് ഒന്നും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് കാളിങ് US ഡിമാൻഡ്സ് അൺറിയലിസ്റ്റിക്, അത് ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ഡിമാൻഡ്സ് അല്ല അമേരിക്ക വെക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റൂല. ആൻഡ് അവർ പറഞ്ഞിരിക്കുകയാണ് വി വിൽ കണ്ടിന്യൂ അവർ അറ്റാക്സ് ഓൺ ഇസ്രായേൽ ആൻഡ് ദി റീജിയൻ. ഞങ്ങൾ ഇസ്രായേലിനെയും അതുപോലെ മറ്റുള്ള ആ റീജിയനിലുള്ള അറ്റാക്ക് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഇറാനിലൊരു റിഫൈനറി ഇപ്പോൾ അടിച്ചിരിക്കുകയാണ്. ഇൻ നോർത്തേൺ ഇസ്രായേൽ ടുഡേ ദി കൺട്രീസ് ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി എൻഗൾഫ്ഡ് ഇൻ സ്മോക്ക്. അതിലാകെ പുക ഉയരുകയായിരുന്നു എന്ന് പറയുന്നത്. ഇവരുടെ ഒരു മിസൈൽ അറ്റാക്ക് ചെയ്താണെന്നാണ് പറയുന്നത്. ഇറാൻ ഈസ് ട്രൈങ് ടു പണിഷ് ഇസ്രായേൽ and the region with attacks on energy facilities and a stronghold on the Strait of Hormuz, which while House spokesman Caroline Leavitt said today Iran was beginning to release. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും തുടരും, അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലുള്ള പ്രതിരോധം ഞങ്ങളിപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 ഷിപ്സിനെ അവർ ലേവിയൊക്കെ ഈ ടോൾഫിയൊക്കെ വാങ്ങിച്ചിട്ട് കടത്തി വിടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ലി കൺട്രി ആയിരിക്കണം, ലൈക്ക് ഇന്ത്യ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനിടയ്ക്ക് ഈ പാകിസ്ഥാൻ മീഡിയേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. പാകിസ്ഥാനോ മീഡിയേഷനോ, വാട്ട് ദി ഹെൽ ഈസ് ഗോയിങ് ഓൺ? സോ ദർ വാസ് എ മീഡിയേഷൻ ടോക്സ് വിത്ത് ഇറാൻ ബൈ പാകിസ്ഥാൻ, ടർക്കി ആൻഡ് ഈജിപ്ത്. പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്ത് എന്നീ കൺട്രികൾ ബേസിക്കലി ദേ ആർ വെരി ക്ലോസ് ടു ഇറാൻ. ആ കൺട്രികൾ, ഈ 3 കൺട്രികളെയും ട്രംപ് നിയോഗിച്ചിരിക്കുകയാണ്, നിങ്ങൾ ചെന്ന് സംസാരിക്കുകയും. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് റിലേ ചെയ്യുന്നു. ഒരു മെസ്സഞ്ചറുടെ ഒരു ഇത് മാത്രമേ നമുക്കുള്ളെന്നവർ പറയുന്നുണ്ട്. ഇറാൻ ഹവർ ഡിഡ് നോട്ട് ഷോ എനി ഇൻട്രസ്റ്റ്. ഇറാൻ ഈ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല. ഇറാൻ ഹാസ് റിജക്റ്റഡ് എനി സജഷൻ ദാറ്റ് ഇറ്റ് ഈസ് എൻഗേജിങ് ദി മീഡിയേഷൻ എഫേർട്സ് ഹോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ. പാകിസ്ഥാനിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങിന് അത് ഞങ്ങളുടെ സജഷനേ അല്ല. വി ഡോണ്ട് അഗ്രി ടു ദാറ്റ്, ഇൻസിസ്റ്റിംഗ് ഇറ്റ് ഹാസ് നോട്ട് ടേക്കൺ പാർട്ട് ഇൻ എനി സച്ച് ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് ഈവൻ ആസ് പ്രഷർ മൗണ്ട്സ് ടു എൻഡ് ദി എസ്കലേറ്റിംഗ് കൺഫ്ലിക്റ്റ് ഇൻ ദി റീജിയൻ. അതായത് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഉണ്ട്, അതിൻ്റെ പ്രഷർ ഉണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ യാതൊരു ടോക്സിലും യാതൊരു ചർച്ചയിലും ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് ഇറാനിയൻ ഗവൺമെൻറ് സോഴ്സസ് സെഡ് ടു ദി CNN News 18. CNN കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവരുടെ ഇറാൻ്റെ ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട്. ഇന്ത്യ ഞങ്ങളുടെ ഇതിനായിട്ട് സൗഹൃദ കൺട്രിയാണ്. ക്യാൻ എൻ്റർ മീഡിയേഷൻ ടോക്സ്. ഇന്ത്യ ക്യാൻ എൻ്റർ. ഇന്ത്യ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺഷുവർ അബൌട്ട് പാകിസ്ഥാൻ റോൾ. ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ റോൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദേ ഓൾസോ സെഡ് പാകിസ്ഥാൻ അപ്പിയേഴ്സ് ടു ബി ലുക്കിംഗ് ടു ടേക്ക് ക്രെഡിറ്റ് ഓഫ് എനി ഔട്ട്കം. അവരിതും പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന്. വി റിജക്റ്റ് എനി ക്ലെയിംസ് ദാറ്റ് വി ഹാവ് എൻറ്റേർഡ് നെഗോഷിയേഷൻ ഓർ US പ്രസിഡൻസ് ക്ലെയിം. ഞങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള നെഗോഷിയേഷൻസിൽ പങ്കെടുക്കുന്നു എന്നുള്ള US-ൻ്റെ എല്ലാ ക്ലെയിംസിനെയും ഞങ്ങൾ നിരോധിക്കും. ഞങ്ങൾക്ക് യാതൊരുവിധ നെഗോഷിയേഷനും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അമേരിക്ക പറഞ്ഞൊരു 15 point
പ്രപ്പോസൽ ഉണ്ടായിരുന്നു, അതെല്ലാം അവർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പീസ് പ്രപ്പോസൽ നടക്കുന്ന കാര്യമല്ല. ഈ ഞങ്ങളെ ചവിട്ടി കൂട്ടി ഒരു മൂലക്കിട്ടിട്ട് നിങ്ങൾ വാദം പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ ഹാസ് നോ ഒഫീഷ്യൽ സ്റ്റാൻഡ്സ് യെറ്റ് ഓൺ വെദർ ദേ വാണ്ട് ടു വിസിറ്റ് പാകിസ്ഥാൻ ഫോർ പോസിബിൾ. അവർ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്നോ ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഇതുവരെ അവർ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ തിങ്സ് ഹാവ് ടേക്കൺ ഇറ്റ്സ് ഓൺ ഇപ്പോൾ ഈ വാറിൻ്റെ, അതായത് ഈ മിഡിൽ ഈസ്റ്റ് കൺഫ്ലിക്ട്സ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ടോക്കിൽ കുടുങ്ങിയിട്ട് അമേരിക്കയ്ക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ മിഡ് ടേം ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ സെനറ്റിലേക്കുള്ള ഇത് എവരി 2 years നടക്കും. 4 വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെനറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ഹൗസ് പോലെ, നമ്മുടെ രാജ്യസഭ പോലുള്ളൊരു സംഭവമാണ്. സോ ആ ഒരു ഇലക്ഷനിൽ ഇപ്പോൾ തോറ്റെന്ന് വിചാരിച്ചാൽ ഇയാൾക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇയാളെ കംപ്ലീറ്റ് ഇയാളുടെ ടെന്നൂർ ഇയാൾക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ബാധിക്കും. നെക്സ്റ്റ് ടൈം ഹി മെ നോട്ട് ബി ഇൻ അബ്സല്യൂട്ട് പവർ അപ്പോൾ ഇറ്റ് ഈസ് എ പ്രഷർ ഫോർ എവറി പ്രസിഡന്റ് ഓഫ് അമേരിക്ക that they should face this thing, mid-term elections. അത് ഒരു നല്ല കാര്യമാണ്. ഇന്ത്യയിലൊന്നും അതില്ല എങ്കിൽ തന്നെ നമ്മുടെ രാജ്യസഭയിലേക്ക് അപ്പോഴപ്പോഴുമായിട്ടുള്ള സെലക്ഷൻ, അവരുടെ കാലാവധി ഒരു സെപ്പറേറ്റ് യാർഡ് സ്റ്റിക്കാണ് അതിന്. അപ്പോൾ അത് രാജ്യസഭയിൽ ഒരു മെമ്പറുടെ അധികാര പരിധി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇലക്ഷൻ നടക്കും. കുറച്ച് സ്റ്റേറ്റുകളുടെ ഇലക്ഷൻ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ 40 MLAs ഒരു വോട്ട് എന്നുള്ള രീതി, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ടൊരു ചർച്ച വേറൊരു അവസരത്തിൽ വെക്കാം. സോ ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയൊരു ന്യൂസ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.